Okay, അപ്പോൾ നമുക്ക് ഇന്ന് ടൈട്രേഷൻ നോക്കാം. സാൾട്ട് അനാലിസിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് ഇന്ന് എന്താണ് വോളിയോമെട്രിക് അനാലിസിസ് നോക്കാം, വിച്ച് മീൻസ് ടൈട്രേഷൻ. എന്താ ഈ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ഈ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വോളിയോമെട്രിക് അനാലിസിസ് വഴി അൺനോൺ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ, ആസിഡിൻ്റെയോ അല്ലെങ്കിൽ ബേസിൻ്റെയോ അൺനോൺ അറിയാത്ത കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ടൈട്രേഷൻ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ടൈട്രേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് വിത്ത് HCl എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം, മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കണം വിത്ത് നോൺ സൊല്യൂഷൻ ഓഫ് ഏതാണ് HCl മാസ് പെർ ലിറ്റർ തന്നിട്ടുണ്ട്, HCl കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആസിഡ് ടൈട്രേഷൻ അല്ലെങ്കിൽ ആസിഡ് ബേസ് ടൈട്രേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഏതാണ്? എനിക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് പരിചയപ്പെടുത്താമേ. ഇത് സൊല്യൂഷൻ ബോട്ടിൽ, ഇതറിയാമല്ലോ, ഇതിൻ്റെ പേരെന്താണ്? ഇത് ഫണലാണ്. ദിസ് ഈസ് കോണിക്കൽ ഫ്ലാസ്ക്. ഇത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഇതിനെ വിളിക്കുന്നവരാണ് പിപ്പറ്റ്. ഓക്കെ, ഊതാനുള്ള സാധനം. ഓക്കെ, ഇപ്പം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ചില സ്കൂളുകളിൽ പിപ്പറ്റ് അല്ല കൊടുക്കുന്ന, പകരം മെഷറിംഗ് ഫണൽ കൊടുക്കും, മെഷറിംഗ് ജാർ കൊടുക്കും കേട്ടോ. ഇതിൽ 20 ml മെഷർ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ പിപ്പറ്റ് ചെയ്തും പറഞ്ഞുതരും, 20 ml മെഷർ ചെയ്യുന്നതും പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ചില സ്കൂളുകളിൽ പിപ്പറ്റ് കൊടുക്കുന്നില്ല. ആൻഡ് ഇതാണ് നമ്മളെ സംഭവം, ബ്യൂററ്റ്. ഇത്രയും കാര്യം. പിന്നെ ഈ ഒരു പുള്ളിക്കാരനെയും കൂടെ വെച്ചേക്കാം. അവൻ്റെ പേരാണ് എന്താണ്? ദിസ് ഈസ് ഗ്ലാസ് റോഡ്. ഓക്കെ, ഗ്ലാസ് റോഡും കൂടെ ഇരിക്കട്ടെ. പിന്നെ ഇത് ബീക്കറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈട്രേഷൻ ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഓക്കെ, നമുക്ക് ടൈട്രേഷൻ ഇവിടുത്തെ എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സൊല്യൂഷൻ ബോട്ടിൽ ആരെയാണോ തരുന്നത് അയാളുടെ കോൺസെൻട്രേഷൻ അൺനോൺ ആയിരിക്കും, അതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. എയിമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഈ ടൈട്രേഷൻ്റെ കാൽക്കുലേഷൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാൽക്കുലേഷൻ പറഞ്ഞുതരാം കേട്ടോ, ടൈട്രേഷൻ്റെ. അപ്പോൾ ടൈട്രേഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പറയുന്ന പേരാണ് സൊല്യൂഷൻ ബോട്ടിൽ. ഈ സൊല്യൂഷൻ ബോട്ടിൻ്റെ അകത്ത് എനിക്ക് NaOH ആണ് തന്നിരിക്കുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ എത്ര ഇതിൻ്റെ കോൺസെൻട്രേഷൻ എനിക്കറിയത്തില്ല. വേറെ എത്രയോ കുറേ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെ പ്രിപ്പയർ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ മാസ് പെർ ലിറ്റർ, ഇവൻ്റെ കോൺസെൻട്രേഷൻ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇവൻ്റെ കോൺസെൻട്രേഷൻ, ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ, മാസ് പെർ ലിറ്റർ കോൺസെൻട്രേഷൻ ഇനി കണ്ടുപിടിക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം ബൈ യൂസിങ് ഇതാണ് HCl. ഇതിൽ തന്നിക്കുന്ന ആളെ നോൺ ആയിട്ടുള്ള ആളായിരിക്കും ഇതിൽ തരുന്നത്. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് HCl തന്നിട്ടുണ്ട്. HClൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു എത്രയാണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞുതരാം. ഇവൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് ചിലപ്പോൾ ഇതിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് തരും, എങ്കിൽ ഇതിലായിരിക്കും HCl തരുന്നത്. അപ്പോൾ HClആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്, സോഡിയം ഹൈഡ്രോക്സൈഡ് നോൺ ആയിരിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ ബോട്ടിൽ ആരാണോ തരുന്നത്, ഇവിടെ സൊല്യൂഷൻ ബോട്ടിൽ ബേസ് ആണ് തരുന്നത്. സോ നിങ്ങൾക്ക് ബീക്കറിൽ നോൺ ആയിട്ടുള്ള ഒരാളെ തരും. ഇതിൽ ആരെ തന്നിട്ടുള്ള HCl, ആരെ വേണോ തരാം. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും HClയുമാണ് ഞാൻ എടുത്തത്. മനസ്സിലായോ? സോ ഈ അറിയാവുന്ന HClൻ്റെ കോൺസെൻട്രേഷൻ വെച്ച് അറിയാത്ത സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ബോട്ടിൽ തരുന്ന ആരാണോ അയാളായിരിക്കും അറിയാത്തത്. എൻ്റെ ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ ബോട്ടിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉള്ളത്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ടൈട്രേഷൻ. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, നമ്മൾ എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കി, ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് നമ്മൾ ഈ ഫണൽ ഇങ്ങനെ വെച്ചിട്ട്, ഓക്കെ, ഈ ഫണൽ വെച്ചിട്ട് ചെറിയൊരു ഗ്ലാസ് റോഡ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ ബോട്ടിലുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടല്ലോ, ഇതിലോട്ടങ്ങ് മാറ്റുക, പതുക്കെ അങ്ങ് ഒഴിക്കുക കേട്ടോ. ഗ്ലാസ് റോഡൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു രസത്തിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഈ സൊല്യൂഷൻ ബോർഡ് നന്നായിട്ട് കഴുകി എന്ത് ചെയ്യുക, വീണ്ടും ആ ഗ്ലാസ് റോഡിൽ കൂടെ വീണ്ടും ഒഴിക്കുക. ഗ്ലാസ് റോഡും കൂടെ ഒക്കെ ഒന്ന് കഴുകി നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതിലോട്ടങ്ങ് ഒഴിക്കുക. ഓക്കെ, നന്നായിട്ട് അങ്ങ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഈ ഫണലൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, കഴുകി അതിനകത്തങ്ങ് ഒഴിക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്ത് കയ്യിൽ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഈ ഒരു ലൈൻ കണ്ടോ, ഇതാണ് 100 ml പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു പോയിന്റ് കണ്ടോ എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്താൽ ഇവിടെ ഒരു പോയിന്റ് മാർക്കിംഗ് കാണാൻ പറ്റുമല്ലോ കേട്ടോ. അതാണ് 100 ml എന്ന് പറഞ്ഞാൽ. നിങ്ങളിൽ ആദ്യം തരുന്നത് 20 ml ആയിരിക്കും. അതിനെ നിങ്ങൾ 100 ml വരെ ആക്കണം, വെള്ളം ഒഴിക്കണം കേട്ടോ. കൂടി പോകരുത്, സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനെ വാട്ടറിലോട്ട് ആഡ് ചെയ്യുക. 100 ml വരെ എന്ത് ചെയ്യുക, വെള്ളം ആഡ് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക. 100 ml ആക്കണം. കൂടി പോലെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. സൂക്ഷിച്ച് പതുക്കെ എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക. ഓക്കെ, എനിക്കിപ്പം കറക്റ്റ് എന്തായിട്ടുണ്ട്, ആ ലോവർ മിൻസ്കസ് ആ വെട്ടിൽ വന്നാൽ മതി. അപ്പോൾ എന്താവും, 100 ml ആവും. 100 ml ആയാൽ ഇതെങ്ങ് അടച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അടച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. വെളിയിലൊന്നും പോകരുത് കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണേ. നല്ല രീതിയിൽ ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് മണി അടിക്കണ പോലെയൊക്കെ ആക്കി നന്നായിട്ട് നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. വെളിയിൽ പോകരുത് കേട്ടോ. ഇതിൻ്റെ അടപ്പേനെ എടുത്ത് അടയ്ക്കണം. ഞാൻ ആദ്യം അടച്ച പടപ്പ് മാറിപ്പോയി. ഓക്കെ, ഇതിൻ്റെ അടപ്പേനെ എടുത്ത് അടയ്ക്കണം. നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. തറയിലൊന്നും പോകരുത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിനൊരു 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഒന്നും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ വാട്ടർ ആഡ് ചെയ്ത് 100 ml ആക്കി മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണേ. ഓക്കെ, ഇനി നമ്മളുടെ കയ്യിലുള്ള HCl സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ HCl സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ ഈ ബ്യൂററ്റ് എടുത്തിട്ട് ബ്യൂററ്റിൽ കുറച്ച്, എപ്പോഴും ശ്രദ്ധിക്കുക, ആസിഡാണ് ബ്യൂററ്റിൽ എടുക്കേണ്ടത്. ഇവിടെ ഈ ബീക്കറിൽ ഇരിക്കുന്ന ആസിഡ് ആയതുകൊണ്ട് ആസിഡ് ബ്യൂററ്റിൽ ഇരിക്കുന്നു. ഇത് ബേസ് ആണ്. സപ്പോസ് ചിലപ്പോൾ നിങ്ങൾക്ക് ആസിഡിനെ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതായിരിക്കും ആസിഡ് എന്ന് പറഞ്ഞാൽ, എങ്കിൽ ഇതിനെയാണ് ബ്യൂററ്റിൽ എടുക്കേണ്ടത്. എപ്പോഴും ആസിഡിനെ ബ്യൂററ്റിൽ എടുക്കണം, ബേസിനെ പിപ്പറ്റ് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കണം. എപ്പോഴും ആസിഡിനെ വേണം ബ്യൂററ്റിൽ എടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് ആസിഡ് ബ്യൂററ്റിൽ ഒഴിച്ചിട്ട് ബ്യൂററ്റ് നന്നായിട്ടൊന്ന് റിൻസ് ചെയ്യണം. കാരണം നന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, എല്ലാ പോർഷനും ഇങ്ങനെ ആക്കി ഇങ്ങനെ കറക്കി കളയുക. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കളയരുത്, സിങ്കിൽ കൊണ്ടേ ഒഴിക്കണം കേട്ടോ. ഓക്കെ, ശരി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഈ മുകളിലെ പോയിന്റ് വരെ ആസിഡ് അങ്ങ് ഫില്ല് ചെയ്യുക. ഓക്കെ, അതാണ് 50 ml എന്ന് പറഞ്ഞാൽ കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫണൽ വെച്ച് ഒഴിക്കുക കേട്ടോ. കുഴപ്പമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒഴിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫണൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒഴിക്കുക. അപ്പം കറക്റ്റ് 0 പോയിന്റ് ആകുന്നവരെ എന്ന് പറയുമ്പോൾ 50 ml വരെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക കേട്ടോ. 50 ml എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്തിട്ട് കുറച്ച് തുറന്നങ്ങ് വിട്ടാൽ മതി കേട്ടോ. കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്തിട്ട് തുറന്നങ്ങ് വിട്ടാൽ മതി കുറച്ച്. ഓക്കെ, ഇപ്പം കറക്റ്റ് എൻ്റെ എന്തായി, 50 ml ആയി. ഓക്കെ, 0 പോയിന്റ് ആകുന്നവരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക, കുറച്ച് തുറന്ന് വിട്ടാൽ മതി. ഓക്കെ, ക്ലിയർ, പിടി കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അത് അവിടെ ആയി. നമ്മൾ ആസിഡ് ഇതിൽ ബ്യൂററ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ബേസ് എടുക്കുക. ഇപ്പോൾ ഇതിലാണ് ബേസ് ഇരിക്കുന്നത്. ബേസിൽ നിന്ന് 20 ml പിപ്പറ്റ് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുക. കോണിക്കൽ ഫ്ലാസ്കിൽ ബേസിൽ നിന്ന് 20 ml പിപ്പറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഡ്യൂ ടു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് പിപ്പറ്റ് ചില സ്കൂളുകൾ യൂസ് ചെയ്യുന്നില്ല. പിപ്പറ്റ് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ മെഷറിംഗ് ഫണലുണ്ട്, ചെറിയ മെഷറിംഗ് ഫണൽ തരിക്കുന്നു. ഈ മെഷറിംഗ് ഫണലിൽ 20 ml എന്ത് ചെയ്യുക, ഒഴിച്ച് 20 ml ആക്കി എന്ത് ചെയ്യുക, എടുക്കുക. എങ്ങനെയാലും 20 ml വേണം. നിങ്ങൾ മെഷറിംഗ് ജാറാണെന്നുണ്ടെങ്കിൽ മെഷറിംഗ് ജാറിൽ 20 ml ഒഴിച്ചെടുക്കുക. അല്ല, ഇപ്പം നിങ്ങൾ സ്റ്റിൽ നിങ്ങളുടെ സ്കൂളിൽ പിപ്പറ്റ് തന്നെ തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പിപ്പറ്റ് ചെയ്ത് 20 ml എടുക്കുക. പിപ്പറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് ഈ പിപ്പറ്റിനെ എന്ത് ചെയ്യുക, ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് അങ്ങ് ഊതുക. ഇതിലിങ്ങനെ ഒരു റൗണ്ട് കാണും കേട്ടോ. ആ റൗണ്ടാണ് 20 ml. വലിച്ച് കുടിച്ച് കളയരുത്. നന്നായിട്ട് പിപ്പറ്റ് ചെയ്ത് പഠിക്കുക. ആദ്യം വെറും വെള്ളത്തിൽ പിപ്പറ്റ് ചെയ്ത്, വാട്ടറിൽ, പ്യൂർ വാട്ടറിൽ പിപ്പറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം ബേസ് പിപ്പറ്റ് ചെയ്യുക. ഓക്കെ, അല്ല എങ്കിൽ എന്ത് ചെയ്യുക, മെഷറിംഗ് ഫണലിലെടുക്കുക, 20 ml ഒഴിച്ചെടുക്കുക. ഓക്കെ, പിപ്പറ്റ് ചെയ്യുക കേട്ടോ, വലിച്ച് കയറ്റല്ലേ. ഓക്കെ, പതുക്കെ അതിൻ്റെ മുകളിൽ വരെ കുറച്ച് എടുത്തിട്ട് പതുക്കെ താഴോട്ട് വിടുക. ആ പോയിന്റ് ആകുമ്പോൾ അവിടെ നിന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കറക്റ്റ് എന്ത് ചെയ്യുന്നു, 20 ml പിപ്പറ്റ് ചെയ്തിട്ടുണ്ട്. പിപ്പറ്റ് ചെയ്തിട്ട് ആ 20 ml എന്ത് ചെയ്യുക, കോണിക്കൽ ഫ്ലാസ്കിലോട്ട് അങ്ങ് വിടുക. പിടി കിട്ടിയോ? 20 ml എന്ത് ചെയ്യുക, കോണിക്കൽ ഫ്ലാസ്കിലോട്ട് അങ്ങ് ആക്കുക. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ 20 ml പിപ്പറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, കോണിക്കൽ ഫ്ലാസ്കിലോട്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ, തറയിലൊന്നും ഇടരുത്. ആ കോണിക്കൽ ഫ്ലാസ്കിൽ ഇപ്പം എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിലോട്ട് നിങ്ങൾ ആരെ ആഡ് ചെയ്യുക, ഫിനോഫ്താൽ 2-3 ഡ്രോപ്പ് ആരെ ആഡ് ചെയ്യുക, ഫിനോഫ്താലിനെ ആഡ് ചെയ്യുക. 2-3 ഡ്രോപ്പ് എന്ത് ചെയ്യുക, ഫിനോഫ്താലിനെ ആഡ് ചെയ്യുക. ഓക്കെ, 2-3 ഡ്രോപ്പ് ആരെ ആഡ് ചെയ്യുക, ഫിനോഫ്താലിനെ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായി മാറും, അത് കണ്ടോ, പിങ്ക് കളറായി മാറി കണ്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലോട്ട് ടൈട്രേഷൻ ചെയ്യാമോ. ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കുട്ടികളെ, നമ്മൾ ഈ ആസിഡിനെ ഇതിലോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുക. എപ്പോഴാണോ ഈ ഫിനോഫ്താലിൻ്റെ കളർ വീണ്ടും പ്യുവർ വൈറ്റ് മീൻസ് കളർലെസ് ആയിട്ട് മാറുന്നത്, എൻ്റെ പോയിന്റ് കളർലെസ് ആയിട്ട് മാറുന്നത്, ആ പോയിന്റ് ചൂസ് ചെയ്യുക. ഓക്കെ, നോക്കിക്കോണേ, ഈ ബ്യൂററ്റിൻ്റെ റീഡിങ് നോക്കിക്കോണം. നിങ്ങൾ ആദ്യം വെള്ളം ഇതാ ഇവിടെ തുറന്ന് വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതൊക്കെ എന്താ ഇങ്ങനെ ടൈട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാവും. ഇങ്ങനെ ഒഴിച്ച് ടൈട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കളർ മാറുന്ന പോയിന്റ് നോക്കിക്കോണേ. നിങ്ങൾ നന്നായിട്ട് റീഡിങ് കൂടെ നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കളർ മാറുന്ന പോയിന്റും കൂടെ നോക്കുക കേട്ടോ. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇരുന്ന് പതുക്കെ വേണം തുറന്ന് വിടാൻ കേട്ടോ. ഓക്കെ, എനിക്കിതാ ഇവിടെ എനിക്കിവിടെ കളർ മാറി. ഇനി കളർ മാറിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, എനിക്കിവിടെ എന്ത് ചെയ്തു, കളർ മാറി. ഓക്കെ, കളർ മാറിയപ്പോൾ എൻ്റെ ബ്യൂററ്റ് റീഡിങ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് നോക്കുക. ഇങ്ങനെ എടുത്ത് നമ്മൾ ഐ പോയിന്റിൽ വെച്ച് ബ്യൂററ്റ് റീഡിങ് നോക്കിയപ്പോൾ എനിക്ക് 18.7 കളർ മാറിയത്. ഓക്കെ, ബ്യൂററ്റിൻ്റെ റീഡിങ് നോക്കുക, 18.7 കളർ മാറി. പിടി കിട്ടിയോ? ബ്യൂററ്റ് റീഡിങ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ പ്രൊസീജിയർ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം പിപ്പറ്റ് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിൽ ഒഴിച്ച് എന്ത് ചെയ്യുക,
നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ടൈട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. 3 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും. അതിൽ 2 വാല്യൂ ഒരുമിച്ച് വരും, കൺകോർഡൻറ്റ് വാല്യൂ 2 ഒരേപോലെ കിട്ടുന്ന 2 വാല്യൂ നിങ്ങൾ എടുക്കുക, ചൂസ് ചെയ്യുക. ഇത്രയാകുമ്പോൾ നിങ്ങൾ ടൈട്രേഷൻ്റെ പ്രൊസീജിയർ കഴിയും. ബാക്കി കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ ഞാൻ ബാക്കി നെക്സ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടൈട്രേഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പിപ്പറ്റ് എടുക്കുക, ഇതിൽ 20 ml എടുക്കുക, കോണിക്കൽ ഫ്ലാസ്കിൽ ആഡ് ചെയ്യുക, ഫിനോഫ്താൻ ഒഴിക്കുക, വീണ്ടും എന്ത് ചെയ്യുക, ടൈട്രേഷൻ നടത്തുക. അങ്ങനെ ഇത് 3 പ്രാവശ്യം ചെയ്യുക കേട്ടോ. 3 പ്രാവശ്യം ഈ പ്രൊസീജിയർ ചെയ്യുക. ഓക്കെ, ചെയ്തിട്ട് ഈ പ്രൊസീജിയർ മാത്രം കേട്ടോ, ഈ ഫിനോഫ്താൻ ആഡ് ചെയ്ത് ടൈട്രേറ്റ് ചെയ്യുന്ന മാത്രം. ഇതിൽ വീണ്ടും 50 ml വീണ്ടും ആസിഡ് ഒഴിച്ച് 50 ml ആക്കണേ. വീണ്ടും ആസിഡ് ഒഴിച്ച് 50 ml ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ പ്രൊസീജിയർ എന്ത് ചെയ്യുക, ഒന്നും കൂടെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പം എപ്പോഴും 2 പ്രാവശ്യം എന്ത് ചെയ്യും, മിക്കവാറും നിങ്ങൾക്ക് ഒരേ വാല്യൂ കിട്ടും. അതാണ് കൺകോർഡൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ചൂസ് ചെയ്യുക. ഇനി സപ്പോസ് 3 പ്രാവശ്യം ചെയ്തപ്പം ചെറിയ വ്യത്യസ്തത്തിൽ 3 ഡിഫറൻറ്റ് വാല്യൂ ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട, 3 വാല്യൂൻ്റെ ആവറേജ് അങ്ങ് എടുക്കുക. ഓക്കെ, 3 വാല്യൂൻ്റെ ആവറേജ് എടുത്തിട്ട് കിട്ടുന്ന വാല്യൂ 2 പ്രാവശ്യം കിട്ടിയെന്ന് അങ്ങ് പറഞ്ഞ് എഴുതി വയ്ക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടും, ഒരേപോലെ ഓൾമോസ്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾ കറക്റ്റാக ചെയ്താൽ മതി, ഒരേ വേലി തന്നെ കിട്ടും നിങ്ങൾക്ക്. 18 എൻ്റെ വേലി കാണാൻ പഠിക്കരുത്. നമ്മൾ എടുക്കുന്ന ഓരോ ആൾക്കാരും കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. കോൺസെൻട്രേഷൻ ഓരോന്നാണെങ്കിൽ വേലിയും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, ഒരേപോലെ വരുന്ന 2 വാല്യൂസ് എടുക്കുക. അതിന് കൺകോർഡൻറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയാകുമ്പോൾ ടൈട്രേഷൻ്റെ പ്രൊസീജിയർ കഴിയും. ഇനി ടൈട്രേഷൻ്റെ കാൽക്കുലേഷനാണ് അതിനെ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ?